Hi guys, welcome back to my drama explainer. ലാസ്റ്റ് എപ്പിസോഡിൽ ദൊങ്മാനും ഏറയും ഒഫീഷ്യലായിട്ട് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് നോക്കിയാലോ. രണ്ടുപേരും എന്തായാലും റിലേഷൻഷിപ്പിലായിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം അവളുടെ ബിഹേവിയർ ആകെ മൊത്തം മാറിപ്പോകുവാണ്. അതായത് എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേന്ന് അവക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത അവസ്ഥ. രാവിലെ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹെയർ ബാൻഡ് ഒക്കെ വെച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ് അവള്. ഇത് കണ്ട് കൺഫ്യൂസ് ആയി സോളി നീ ഇങ്ങോട്ട് പോകുന്നേ, പുറത്തേക്ക് പോകുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവള് പുറത്തേക്കൊന്നുമല്ല, വേസ്റ്റ് കളയാനായിട്ടാണ് പോകുന്നത്. അതും ആ വേസ്റ്റ് കളയുന്നതോ ഫെമിനൈൻ ലുക്ക് കിട്ടാൻ വേണ്ടി ഏതാണ്ടൊക്കെയോ കാണിച്ചു കൂട്ടി കൊണ്ടാണ്. എന്നാൽ അത് ശ്രദ്ധിക്കുന്നതിന് പകരം ദൊങ്മാൻ ഏറയുടെ ഡ്രസ്സിംഗ് ആണ് നോക്കുന്നത്. പെട്ടെന്ന് തന്നെ പോയി അവളുടെ ടീഷർട്ട് താഴ്ത്തി കൊടുത്ത് നീ എന്തിനാ ഈ വയറും കാണിച്ചുകൊണ്ട് നടക്കുന്നത്, നാട്ടുകാരെ മുഴുവൻ കാണിക്കാൻ പോകുവാണോ എന്നും പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അവൻ. ജൂമാൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല. എന്നാൽ ദൊങ്മാൻ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഏറെ ഇതുപോലെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് കണ്ട് സോളിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട്. പക്ഷേ അവൾ അതിനെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. എങ്കിലും ഫൈറ്റ് ചെയ്താലും നിങ്ങൾ ഡേറ്റ് ചെയ്യരുത് എന്നൊരു അഡ്വൈസ് തൊട്ടും തൊടാതെയും പറഞ്ഞുകൊണ്ടാണ് സോളി ഓഫീസിലേക്ക് പോകുന്നത്. ദൊങ്മാനും ഏറെയോ ആകെ ചടച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിച്ചു വരുന്ന സമയത്താണ് ഹെയറാനെ അവിടെ കാണുന്നത്. ഇവളെങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിച്ചാൽ ഈ കോളനിയിലേക്ക് പുതുതായി താമസം മാറി വന്നിരിക്കുവാണ് ഹെയറാൻ. അതും ദൊങ്മാന്റെ വീടിന്റെ തൊട്ടു മുകളിലായിട്ട്. ഏറെ മിണ്ടാതിരിക്കത്തില്ലല്ലോ. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ, നാണോ ഇല്ലേ നിനക്ക് എന്ന് ഹെയറാനോട് അവള് ചോദിക്കുന്നുണ്ട്. ഹെയറാൻ എനിക്ക് ദൊങ്മാനെ കണ്ടോണ്ടേയിരിക്കണം, അതിന് ഇതല്ലാതെ വേറെ വഴി ഞാൻ കണ്ടില്ല എന്ന് റിപ്ലൈ കൊടുക്കുന്നു. ഇത് കൂടുതൽ വഷളാവരുതെന്ന് കരുതി ദൊങ്മാൻ ഞാനും ഏറെ ഇപ്പൊ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് അവൾ ഷോക്കാവുന്നൊന്നുമില്ല. എല്ലാ കാര്യവും മറിഞ്ഞിട്ട് വന്ന പോലെ തന്നെയാണ് റിയാക്ഷൻ. ഹെയറാൻ അതെന്തായാലും നല്ല കാര്യമാണ്. ഇനി നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങ് കട്ടാവും. ഇനി നീ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഞാനുണ്ടാവും. അപ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവത്തുള്ളൂ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഏറെയോട് പറയുന്നു. ഏറെ വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ തന്നെയായിരിക്കും ദൊങ്മാന്റെ ഗേൾ ഫ്രണ്ട്, ഞാൻ തന്നെയായിരിക്കും ദൊങ്മാന്റെ ഫ്രണ്ട് എന്ന് പറയുന്നു. അതൊരിക്കലും നടക്കില്ല. കാരണം എന്തെങ്കിലും നിങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും അതോടുകൂടെ ഇല്ലാതാവും. ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം നിനക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നീ കാത്തിരുന്ന് കണ്ടോ എന്നാണ് ഹെയറാൻ അതിന് കോൺഫിഡന്റോടെ പറയുന്നത്. ആ ഒരു ഡയലോഗ് കേൾക്കുന്നതോടുകൂടെ ഏറെക്കും സംശയം വരുന്നുണ്ട്. അഥവാ എന്തെങ്കിലും ബ്രേക്കപ്പ് ആവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ദൊങ്മാനുമായിട്ടുള്ള ആ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഇല്ലാതാകുമോ എന്ന കാര്യത്തിൽ അവൾക്ക് പേടി വരുവാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്തിനാ അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതപ്പൊ നോക്കാം എന്നേറെ അവളോട് തന്നെ പറയുന്നു. ഇപ്പൊ എന്തായാലും അവർ റിലേഷനിലായതിനു ശേഷം ഫസ്റ്റ് ഡേറ്റിന് പോകാൻ നിൽക്കുവാണ്. ഏറെയും തന്റെ ഫെമിനൈൻ ലുക്ക് മാക്സിമം പുറത്തു കൊണ്ടുവരണം എന്ന രീതിയിലാണ് ഒരുങ്ങി വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് അവളെ കാണാനായിട്ട്. ഒരു കുട്ടി ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ദൊങ്മാൻ ഇത് കാണുന്നതും ഇതെന്താ നിന്റെ കാല് പെണ്ണിനെ പോലെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്, ഇതൊന്നും ഇട്ട് പുറത്തേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഇത് പോയി മാറ്റി വല്ല ജീൻസും ഇട്ടിട്ട് വരുന്നതാണ് നിനക്ക് നല്ലത്. ഇമാതിരി കുട്ടി ഡ്രസ്സും ഇട്ട് ആ കാലും കാണിച്ച് പുറത്തൂടെ നടക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. നീ പോയി ഈ ഡ്രസ്സ് മാറ്റി വരുന്നോ അതോ ഇന്നത്തെ ഡേറ്റ് ക്യാൻസൽ ചെയ്യണോ എന്നവൻ ഷൗട്ട് ചെയ്തുകൊണ്ട് ചോദിക്കുന്നു. നിന്നെയൊക്കെ ആണല്ലോ ഞാൻ പ്രേമിച്ചേ എന്നും ചിന്തിച്ച് അവള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും പോകുന്നുണ്ട്. എന്നിട്ടും അവളുടെ കാല് കണ്ട ഷോക്ക് ദൊങ്മാനും മാറിയിട്ടില്ല. ദൈവമേ, അവളുടെ കാലിനൊരു യുദ്ധം തന്നെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെയാണ് അവൻ പിറുവിറുത്തോണ്ടിരിക്കുന്നത്. എന്തായാലും അവൻ പറഞ്ഞതുപോലെ തന്നെ ഏറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവര് രണ്ടുപേരും ഡേറ്റ് ചെയ്യുന്ന കാര്യം സോളിയോടും ജൂമാനോടും പറഞ്ഞിട്ടില്ലല്ലോ. അവരോട് നമ്മളെപ്പോഴാ നമ്മുടെ കാര്യം പറയുന്നേ എന്ന് ഏറെ ചോദിക്കുന്നു. ദൊങ്മാൻ ഇതെങ്ങാൻ ജൂമാൻ അറിഞ്ഞ് അവൻ എന്നെ കളിയാക്കി കൊല്ലും എന്ന് പറയുന്നു. സോളിയും എപ്പോഴും നമ്മളോട് പറയാറുള്ളതാ ഫൈറ്റ് ചെയ്താലും വേണ്ടില്ല ഡേറ്റ് ചെയ്യരുതെന്ന്. ഇതറിഞ്ഞ് അവളും എന്തെങ്കിലും ഒക്കെ പറയും എന്ന് ഏറെയും പറയുന്നു. അങ്ങനെ അവരോട് പറയേണ്ട കാര്യത്തെ കുറിച്ച് ഇവര് രണ്ടുപേരും ആലോചിച്ച് അവസാനം ഇപ്പൊ നമുക്കിത് സീക്രട്ട് ആക്കി വെക്കാം, പിന്നീട് ടൈം ഒത്തു വരുമ്പോ നമുക്ക് സത്യം പറയാം എന്ന തീരുമാനത്തിൽ എത്തുന്നു. ഇവര് കറങ്ങാൻ പോകുമായിരിക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ദൊങ്മാൻ അവളെ ജിമ്മിലേക്കാണ് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ഏറെയുള്ളത് കൊണ്ട് തന്നെ കോച്ചിന് ദൊങ്മാനെ വഴക്ക് പറയാനോ അവനോട് ഫൈറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല. ദൊങ്മാൻ ഏറെയോട് കംപ്ലൈന്റ് പറയുന്ന സമയത്തെല്ലാം ഏറെ കോച്ചിനെ വറുത്തു കോരി എടുക്കുവാണ് ചെയ്യുന്നത്. കോച്ചിന് അവളെ പേടിയായതുകൊണ്ട് തന്നെ ഒത്തിരി കെയറിങ്ങോടെ ഒത്തിരി സൂക്ഷ്മതയോടെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ദൊങ്മാനോട് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ ദൊങ്മാൻ വേറൊരു ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൽ ഓപ്പോണന്റ് ടീമിൽ ആരാണ് വരുന്നതെന്നറിയോ? കോച്ചിന്റെ ടീമിൽ 3 പേരായിരുന്നല്ലോ ഫൈറ്റിംഗ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ദൊങ്മാനും സീനിയറും പിന്നെ വേറൊരുത്തനും. ആ ഒരുത്തനാണ് അടുത്ത ഫൈറ്റിൽ ദൊങ്മാന്റെ ഓപ്പോണന്റ്. വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ ദൊങ്മാൻ ഒഴികെയുള്ള കോച്ചിന്റെ 2 സ്റ്റുഡൻസിനെയും തക്സുവിന്റെ ടീം പണം കൊടുത്തു വാങ്ങിയിരിക്കുവാണ് എന്ന് വേണം പറയാൻ. അവര് രണ്ടുപേരും ഇപ്പൊ തക്സുവിന്റെ ടീമിലാണുള്ളത്. സീനിയർ അല്ലാത്ത വേറൊരു സ്റ്റുഡന്റ് ഇല്ലേ, അവൻ ദൊങ്മാന് ഒരു ഫ്രണ്ടിനെ പോലെയാണ്. അവൻ സീനിയറെ പോലെ കച്ചറ സ്വഭാവം ഒന്നും അല്ല, നല്ല ക്യാരക്ടറാണ്. അവന്റെ ഫാമിലി ഫിനാൻഷ്യലി നല്ല ഡൗൺ ആണ്. പണത്തിന് ഒരുപാട് ആവശ്യമുണ്ട്. എങ്ങനെയെങ്കിലും പണം വേണം എന്ന ചിന്തയിൽ ഇരിക്കുന്ന സമയത്താണ് തക്സുവിന്റെ മാനേജർ ഈ ഓഫറും കൊണ്ടുവരുന്നതും ഇവൻ ഈ ഓഫർ സ്വീകരിക്കുന്നതും. ദൊങ്മാൻ ഈ കാര്യമൊന്നും അറിയത്തില്ല. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ
നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ? കോച്ചിന് ഈ കാര്യം അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഞാൻ ചെയ്ത കാര്യം ഓർത്ത് എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നുണ്ട്. നീ ഈ ഫീൽഡിലേക്ക് വരരുത്, വന്നാലും പെട്ടെന്ന് ഇല്ലാതാവണം എന്നൊക്കെ വിചാരിച്ചാണ് തക്സു ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എനിക്കറിയാം, ഞാൻ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നും എനിക്കറിയാം. പക്ഷേ തക്സുവിന്റെ കൂടെ ചേരുക എന്നല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഫാമിലി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി തക്സുവിന്റെ കൂടെ ചേരുവാണ് ഞാൻ ചെയ്തത്. എനിക്കിത് പറയാൻ ഒരു യോഗ്യതയോ ഇല്ല എന്ന് എനിക്കറിയാം. എന്നാലും നീ കോച്ചിനെ നന്നായി കെയർ ചെയ്യണം. എന്നെല്ലാം ഒത്തിരി വിഷമത്തോടെ ഫ്രണ്ട് ദോങ്മാനോട് പറയുന്നു. ഇപ്പൊ കോച്ച് അങ്ങോട്ട് വന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്നവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കരുതെന്ന് നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചു. ദോങ്മാനെ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് തന്റെ സ്റ്റുഡന്റിനോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കരുതി നീ എന്നെ കാണാൻ വരാതിരിക്കരുത്, നിനക്ക് എപ്പോ വേണേലും അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. കാരണം അവൻ എന്തുകൊണ്ടാണ് ടീം മാറിയതെന്ന് കോച്ചിനും അറിയാം. ഏത് വഴി നോക്കിയാലും തക്സു കാരണം പ്രശ്നം മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതോർത്ത് കോച്ച് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദോങ്മാനാണെങ്കിൽ ഞാനും ഏറെയും റിലേഷനിലാണ് എന്ന കാര്യം കോച്ചിൽ നിന്നും ഒന്നും മറക്കണ്ടല്ലോ എന്ന് കരുതി പറയുന്നു. കോച്ചാണെങ്കിൽ ഞെട്ടിക്കൊണ്ട് അവനോട് എടാ ഇവളുടെ കയ്യിൽ നിന്ന് നീ പണം കടം വാങ്ങിയിട്ടുണ്ടോ, അതോ ഇവളെ നിന്നെ ഭീഷണിപ്പെടുത്തിയോ, നിന്നെ കൊല്ലൂന്ന് പറഞ്ഞോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവര് രണ്ടുപേരും ജീവിതകാലം മുഴുവൻ തല്ലുണ്ടാക്കി നടക്കും എന്നാണ് കോച്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇമാതിരി ഒരു ട്വിസ്റ്റ് കോച്ച് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഫ്രണ്ടായിരുന്ന സമയത്ത് തന്നെ ദോങ്മാനെ തൊട്ടിട്ടുണ്ടെങ്കിൽ തന്നെ വെട്ടിക്കീറാൻ പാകത്തിനായിരുന്നു ഏറെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഏറെ ഫ്രണ്ട് എന്ന സ്റ്റാറ്റസിൽ നിന്നും ലവർ എന്ന സ്റ്റാറ്റസിലേക്ക് എത്തിയത് കാരണം തന്റെ കാര്യത്തിലാണ് തീരുമാനമാവാൻ പോകുന്നത് എന്ന് കോച്ചിന് മനസ്സിലാവുന്നു. ഇപ്പൊ താൻ പറഞ്ഞ ഡയലോഗിന് അവളുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നതും നിങ്ങൾ എന്താന്ന് വെച്ചാൽ അയക്കോ, എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ എന്നും പറഞ്ഞ് ആശീർവദിച്ചു പോകുവാണ് കോച്ച് ചെയ്യുന്നത്. നമ്മുടെ ഏറെയുടെ കാര്യം നോക്കുവാണെങ്കിൽ റിലേഷനിലായതിനു ശേഷം അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡോങ്മാൻ ഫുഡ് വേണമെന്ന് പറഞ്ഞത് കാരണം അവൾ സ്നേഹം വാരിക്കോരിയിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് അവന് ഫുഡും കൊണ്ട് വന്നിട്ടുള്ളത്. ഇതെല്ലാം കാണുമ്പോൾ അവന് തന്നെ അത്ഭുതമാണ് തോന്നുന്നത്. കാരണം ഫ്രണ്ട് ആയിരുന്നപ്പോൾ അവൻ ഫുഡ് ചോദിക്കുന്ന സമയത്ത് അവൾ ഈ കോലത്തിലായിരുന്നു ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്താ പറയാ, ഈ പട്ടിക്കൊക്കെ കൊടുക്കുന്നത് പോലെ. ഇതോർക്കുന്ന ഡോങ്മാൻ അവൾ ഇപ്പൊ കൊടുത്ത ഫുഡ് കാണുന്നതും കൊള്ളാലോ, ഈ ചേഞ്ച് നന്നായിട്ടുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. നെക്സ്റ്റ് ദോങ്മാന് ഫൈറ്റ് നടക്കുന്ന ദിവസമാണ്. അവന്റെ ഫൈറ്റ് കാണാൻ വേണ്ടി ജൂമാനും സോളിയും ലീവ് എടുത്താണ് അവനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജൂമാനായിരുന്നല്ലോ ദോങ്മാന്റെ മാനേജർ. അതിന് വലിയ മാറ്റമൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് അവൻ ദോങ്മാനെ മസാജ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ഇപ്പൊ സോളിയും ഏറെയും ഗ്യാലറിയിൽ ഇരിക്കുവാണ്. അവിടെ ഈ ഫൈറ്റ് ഒക്കെ അനൗൺസ് ചെയ്യില്ലേ, റിംഗ് അനൗൺസർ, ആ അനൗൺസറെ കാണുന്നതും ഏറെക്ക് ഒരുപാട് ഇഷ്ടമാവുകയാണ്. അങ്ങനെ അല്ലാട്ടോ ആ ഒരു ജോബ്, ഈ ജോബിന് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് അവിടെയുള്ള ഒരുത്തനോട് അവള് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ഈ തേടിയ വള്ളി കാലി ചുറ്റി എന്നൊക്കെ പറയുന്നത് പോലെ റിംഗ് അനൗൺസ്മെന്റിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് പോസ്റ്റ് ഏറെ കാണുന്നത്. അവളത് ഫോട്ടോ എടുക്കുന്നു, സോളിയോടും ഈ കാര്യം പറയുന്നു. സോളി, ഈ ജോബ് സാധാരണ ബോയ്സ് അല്ലേ ചെയ്യാറുള്ള, ഇത് നിനക്ക് സെറ്റ് ആവുമോ എന്ന് കൺഫ്യൂസ്ഡ് ആയി ചോദിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ജോബ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത്. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അത്രയും പേരുടെ മുന്നിൽ നിന്ന് ഒരു പെണ്ണ് നിന്ന് സംസാരിക്കുമ്പോൾ എത്ര അടിപൊളിയായിരിക്കും. അതും ആദ്യമായിട്ടല്ല ഒരു പെണ്ണ് റിംഗ് അനൗൺസർ ആവുന്നേ, അതൊരു നിസാര സംഭവമാണോ? അത് തന്നെ ഒരു ഹോട്ട് ടോപ്പിക് ആണ്. അതും ആ പെണ്ണ് ഞാനായാൽ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരിക്കും എന്ന് ഏറെ പറയുന്നു. അങ്ങനെ ഒരുപാട് അലഞ്ഞതിന് ശേഷം ഏറെ അവൾക്ക് ഇഷ്ടപ്പെട്ട ജോബ് കണ്ടുപിടിച്ചിരിക്കുവാണ്. സംഭവം അവൾക്ക് റിംഗ് അനൗൺസർ ആവാനാണ് ആഗ്രഹം. എന്നാൽ ദോങ്മാൻ ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ അവൾക്ക് ഇപ്പോഴും കെട്ടി വന്നിട്ടില്ല. സോ ദോങ്മാൻ റിംഗിലേക്ക് കയറുന്നതും റെസ്റ്റ് റൂമിൽ പോകുവാണെന്ന് സോളിയോട് പറഞ്ഞ് അവൾ വെളിയിലേക്ക് വരുവാണ് ചെയ്യുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ ദോങ്മാനും അവന്റെ ഫ്രണ്ടും തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എപ്പോഴത്തെയും പോലെ ദോങ്മാൻ തന്നെയാണ് ലീഡിങ്ങിലുള്ളത്. എന്നാൽ അവൻ അടിക്കുന്നത് കാരണം ഫ്രണ്ടിന് നല്ല രീതിയിൽ മുറിവ് പറ്റുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ കെയർ ആവശ്യം വരെയും ചെയ്യുന്നുണ്ട്. കൂടെ അവന്റെ വൈഫ് ഇരുന്ന് കരയുന്നതും ദോങ്മാൻ കാണുന്നുണ്ട്. ഇതേ സമയം അവന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ അത് ദോങ്മാൻ ഒരു വിഷയമാവില്ലായിരുന്നു. എന്നാൽ ഓപ്പോസിറ്റ് ഉള്ളത് വേറെ ആരുമല്ല, അവന്റെ ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തോ ഒന്ന് തന്നെ പിടിച്ചു വയ്ക്കുന്ന ഫീലാണ് ദോങ്മാന് വരുന്നത്. കോച്ചിന് കാര്യം മനസ്സിലാവുന്നതും അതൊന്നും ഓർക്കണ്ടെന്ന് പറഞ്ഞ് ദോങ്മാനെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ഫൈറ്റ് എല്ലാം വിജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ തക്സുവിന്റെ കൂടെ ദോങ്മാന് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കൌട്ട് ചെയ്ത് ഈ മാച്ച് വിജയിക്കാൻ വേണ്ടിയിട്ട് ദോങ്മാൻ ഒരുപാട് ചാൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൻ യൂസ് ചെയ്യുന്നില്ല. ഫ്രണ്ടിന് പരിക്ക് പറ്റരുതെന്ന് കരുതി ദോങ്മാൻ വീണ്ടും ചാൻസ് കൊടുത്തോണ്ടേ ഇരിക്കുവാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം ദോങ്മാൻ തന്നെയാണ് വിജയിക്കുന്നത്. റിംഗിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ കൺസേൺ ആയിക്കൊണ്ട് ദോങ്മാൻ നിനക്ക് നന്നായി വേദനിക്കുന്നുണ്ടോ എന്ന് ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്. ഫ്രണ്ട്, നീ നോക്കൌട്ട് ചെയ്ത് വിജയിക്കുവാണേ ഇതെന്നെ ഇത്ര ഹേർട്ട് ചെയ്യില്ലായിരുന്നു. ഇതിപ്പോ എനിക്ക് വിജയിക്കാൻ ചാൻസ് തന്നിട്ടും ഞാനത് ചെയ്യാത്തതുപോലെ ആയില്ലേ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുവാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട്. ദോങ്മാനെയാണ് എല്ലാവരും കളിയാക്കുന്നത്. കോച്ച്, നീ ഇത്രയും കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്തതിന് ഒരു കാര്യവും ഇല്ലാതായില്ലേ? ഇതുപോലെയൊക്കെ ചെയ്ത ആളുകൾ നിന്നെ നല്ലവെന്ന് പറയുന്നു കരുതിയോ? എന്ത് പൊട്ടത്തരമാണ് നീ ചെയ്തേ എന്നെല്ലാം പറഞ്ഞ് ചീത്ത പറയുന്നതും ഇത്രയും കാലം അവൻ എനിക്ക് ഫ്രണ്ടിനെ പോലെ അല്ലായിരുന്നോ, പെട്ടെന്നൊരു ദിവസം എങ്ങനെ എനിക്ക് ഇതുപോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നേ എന്ന് പറഞ്ഞ് ദോങ്മാൻ അവന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും സംസാരിക്കുന്നു. ഈ ഒരു കാര്യം സോളിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഏറെക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടെ ദോങ്മാനെ ചീത്ത പറഞ്ഞതിന് കോച്ചിനെ ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ദോങ്മാൻ ഫൈറ്റിൽ വിജയിച്ചത് അവന്റെ അനിയത്തി ഒരുപാട് ഹാപ്പി ആയിട്ടിരുന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മാച്ച് കഴിഞ്ഞ ദോങ്മാനും ഏറെയും വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നാ എന്താണെന്നറിയാൻ പാടില്ല, ഈ ബിൽഡിങ്ങിന്റെ ഓണർ ഇല്ലേ, അവർക്ക് ദോങ്മാനും ഏറെയും റിലേഷനിലാണ് എന്ന കാര്യം അറിയാം. എന്നാലും ലിമിറ്റ് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി
എന്റെ കോളനിയിലുള്ള ആരും പ്രേമിക്കാൻ പാടില്ല, ഡേറ്റ് ചെയ്യാൻ പാടില്ല, ഒരുമിച്ച് ഒരു വീട്ടിൽ ഉറങ്ങാനും പാടില്ല. ഈ നിയമങ്ങളൊക്കെ അനുസരിക്കുന്നവർക്ക് മാത്രമേ ഞാൻ വീട് കൊടുക്കത്തുള്ളൂ, അല്ലെ നിങ്ങൾ വേറെ വീട് നോക്കി പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റൂൾസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതും എന്താണെന്നറിയാൻ പാടില്ല ദോങ്മാനോടും ഏറയോടുമാണ് ബിൽഡിംഗ് ഓണർ വീണ്ടും വീണ്ടും ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവരെന്നിട്ട് നേരെ വരുന്നത് കോച്ചിന്റെ അടുത്തേക്കാണ്. കോച്ചു അവരും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. കോച്ച്, നിങ്ങൾ ജപ്പാനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടല്ലോ എന്ന് ചോദിക്കുന്നു. പോയി എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ അതിനുശേഷമാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. എന്റെ മകന് വേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നത്, ഇപ്പൊ അവനെ കാണാൻ വേണ്ടിയാണ് ഇവിടെ താമസിക്കുന്നതും എന്നും ബിൽഡിംഗ് ഓണർ പറയുന്നു. അതേസമയം ഇവിടെ ഏറെയാണ് ബിൽഡിംഗ് ഓണറെ കുറിച്ച് സോളിയോട് കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ഓണർ എന്തുവാ ഇങ്ങനെ എപ്പോഴും എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അവരുടെ മോൻ എവിടെ പോയതാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, എന്ന് അവർക്ക് മരുമകളുണ്ടെങ്കിൽ ആ തള്ളയുടെ ശല്യം സഹിക്കാൻ പറ്റാതെ നാട് വിട്ടിട്ടുണ്ടാവും. സത്യം പറയാലോ, ഇമാതിരി ഒരു അമ്മായിമ്മയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ എനിക്കൊക്കെ എന്നോ വട്ടായിട്ടുണ്ടാവും. ഞാനും അവരും ഒരു കാലത്ത് ഒരിക്കലും ഒരുമിച്ച് പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്നെല്ലാമാണ് അവള് സോളിയോട് പറയുന്നത്. ഇവിടെ കോച്ച്, നിങ്ങൾക്ക് മകനുണ്ടെന്ന കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നേ, നിങ്ങളുടെ മകൻ എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുന്നു. അവനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവൻ ഇവിടെയുണ്ട് എന്നാണ് അതിന് ബിൽഡിംഗ് ഓണർ റിപ്ലൈ കൊടുക്കുന്നത്. ഇതേ സമയം ഇവിടെ തക്സുവിന് ദോങ്മാനെ കണ്ട് നന്നായിട്ട് പേടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ദോങ്മാനാണെങ്കിൽ ഫൈറ്റിംഗിൽ അടിപൊളിയാണ്, പക്ഷെ അവനൊരു ഡ്രോബാക്ക് ഉണ്ട്. ഈ ഫൈറ്റിംഗിൽ ഗ്രൗണ്ട് ലെവൽ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ആ കാര്യം ദോങ്മാനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി ട്രെയിനിങ് കൊടുത്താലും അവനത് മര്യാദയ്ക്ക് പഠിക്കുന്നുമില്ല. ഇതുപോലൊരു ഡ്രോബാക്ക് ഉള്ള കാര്യം ഓപ്പോണന്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോങ്മാനെ വിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോച്ച് അവനെ നന്നായിട്ട് വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. കോച്ച്, ഇത് പഠിച്ചെടുത്തേ മതിയാവും, ഇല്ലേ നിന്നെ ആർക്ക് വേണേലും തോൽപ്പിക്കാൻ പറ്റും. ഇതിന്റെ സീരിയസ്നെസ് എന്താ നീ മനസ്സിലാക്കാത്തെ? ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെന്നാണെങ്കിൽ നിനക്ക് ഒരു ഡ്രോബാക്കും ഉണ്ടാവാൻ പാടില്ല എന്ന് ദേഷ്യത്തോടെ അവനോട് പറയുന്നു. കോച്ച് പറയുന്നത് ശരിയാണ്, ഡ്രോബാക്സ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ദോങ്മാനെ തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ. ദോങ്മാന്റെ ഫൈറ്റ് പലതവണ പ്ലേ ചെയ്ത് തക്സുവിന്റെ കോച്ച് ഈ ഒരു കാര്യം കണ്ടുപിടിക്കുന്നുണ്ട്. ദോങ്മാൻ ഇതൂടെ പഠിച്ചെടുത്താൽ അവനെ ആരെ കൊണ്ടും തോൽപ്പിക്കാൻ പറ്റില്ല. സോ അവനത് പഠിക്കുന്നതിന് മുന്നേ നീ അവനെ തോൽപ്പിക്കണം. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് അവനെ ഫേസ് ചെയ്യേണ്ടി വരും. അതിന്നായാൽ നിനക്ക് ഈ ഡ്രോബാക്ക് വെച്ച് അവനെ ഈസി ആയിട്ട് പിടിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. ഇതും പറഞ്ഞ് ഇവര് മൂന്നുപേരും എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്ത്യൻ ആണെങ്കിൽ അടങ്ങിയിരിക്കുന്നില്ല, എല്ലാ സമയത്തും ജൂമാനെ കോൾ ചെയ്ത് അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോഴും അവളൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുവാണ്. അവള് ജൂമാനെയാണ് ഹെൽപ്പിന് വേണ്ടി വിളിക്കുന്നത്. അവൻ പോയി അവളെ ഹെൽപ്പ് ചെയ്ത് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ജൂമാൻ ഇപ്പൊ അവളോട്, ഞാൻ നിന്നോട് ഈ കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അവസാനമായിട്ട് പറയുക. ഇതുപോലെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇനി എന്നെ വിളിക്കരുത്, എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യരുത്. ഞാൻ സോളിയെ സിൻസിയർ ആയിട്ടാണ് സ്നേഹിക്കുന്നത്, നിന്നെ ഞാൻ നല്ലൊരു ടീംമേറ്റ് ആയിട്ടാണ് കാണുന്നത്, അതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നു. ഇത്രയും ട്രൈ ചെയ്തിട്ടും അവന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന ഇന്റേൺ, ഇതിൽ കൂടുതൽ ഞാനും സാറിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, ഇനി ഇതുപോലെയൊന്നും ചെയ്യത്തില്ല, സോറി എന്ന് പറയുന്നു. ഇതും പറഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് അവൾ കാല് സ്ലിപ്പായി നിലത്ത് വീഴുന്നു. നടക്കാൻ വയ്യാതെ കഷ്ടപ്പെടുവല്ലേ എന്ന് കരുതി ജൂമാൻ അവളെ വീട്ടിലേക്ക് പോയി വിടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴേ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോയി എന്ന് പറഞ്ഞ ജൂമാൻ തിരിച്ചു പോകുന്ന സമയത്താണ് ഇന്ത്യൻ അവൾക്ക് വന്ന പാഴ്സലൊക്കെ ഉള്ളിലേക്ക് എടുത്തു വെക്കാൻ ശ്രമിക്കുന്നത് അവൻ കാണുന്നത്. ജൂമാന് സഹായ മനസ്കത കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവളെ പോയി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവന്റെ കഷ്ടകാലത്തിന് ഒരു പാഴ്സൽ അവന്റെ കാലിലേക്ക് വീണ് കാലിന് മുറിവ് പറ്റുന്നു. ആ സമയത്ത് തന്നെ ആരോ കഥകള് തട്ടുന്നുണ്ട്. ഇന്ത്യന്റെ അമ്മയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഏറെയും ദോങ്മാന് റൂഫ് ടോപ്പിൽ നിന്ന് വരുന്നതും പറഞ്ഞു വെച്ച പോലെ ബിൽഡിംഗ് ഓണറിന്റെ മുന്നിലേക്കാണ് ചെന്ന് ചാടുന്നത്. ഓണറിന്റെ തൊട്ടടുത്തൊരുത്തനെ കണ്ടു. അവനാണ് അവരുടെ മകൻ. അവൻ ഞെട്ടിക്കൊണ്ട്, നിങ്ങൾ എന്തോ ഈ അലമാരയുടെ ഉള്ളിൽ നിന്ന് വരുന്നേ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവരെല്ലാത്തിനും ഉത്തരം കൊടുക്കുന്നത് ഓണർ ഇതവരുടെ സീക്രട്ട് പ്ലേസ് ആണ്, റൂഫ് ടോപ്പിലേക്ക് പോകുന്നത് ഈ വഴിയാണ്, ഇവരല്ലാതെ മറ്റാരും അങ്ങോട്ട് പോകാറുമില്ല, ഇവർക്കല്ലാതെ മറ്റാർക്കും ഈ സ്ഥലത്തെ കുറിച്ച് അറിയത്തുമില്ല, പക്ഷെ എനിക്കതറിയായിരുന്നു, ഇവരങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുമാത്രമല്ല ഓണർ നിർത്താൻ ഉദ്ദേശമില്ല, രണ്ടുപേരും ഇവിടെ കിടന്ന് ചുറ്റി തിരിയുന്നത് നിർത്താൻ നോക്ക്, പോയി ഉറങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഒരുമിച്ചല്ല രണ്ടുപേരും വേറെ വേറെ എന്ന് വീണ്ടും പറയുന്നു. ഏറെക്കാണ് ഇത് കേട്ട് പ്രാന്തായി, കുറച്ച് സമയം മുന്നെയാണ് ഞാൻ ദോങ്മാനെ കിസ് ചെയ്ത് എന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ അവളുടെ റൂമിലേക്ക് പോകുന്നത്. ഓണറും ഏറെയും തമ്മിൽ ചേരുന്നേ ഇല്ല. ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് അവരുടെ മകൻ അവരോട്, ഇത്രയും സ്ഥലം ഉണ്ടായിട്ടോ നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഓണർ അതിന് റിപ്ലൈയും കൊടുക്കുന്നില്ല. ഇവിടെ ജൂമാന്റെ അവസ്ഥ എന്തായെന്ന് അറിയണ്ടേ? അമ്മ വന്ന സമയത്ത് അതൊന്നും പ്രശ്നമില്ല, ഞാൻ പൊക്കോളാം എന്നായിരുന്നു ജൂമാൻ ഇന്റേണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്റേൺ, സാറിനെ കണ്ട അമ്മ എന്തായാലും തെറ്റിദ്ധരിക്കും, അതുകൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യും, അമ്മ പോയതിനു ശേഷം തിരിച്ചു വെക്കോ എന്ന് പറഞ്ഞ് ജൂമാനെ ഒരു റൂമിലാക്കി ഡോർ ക്ലോസ് ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അമ്മ പോയതിനു ശേഷം ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ജൂമാൻ ഉറങ്ങിയതാണ് അവള് കാണുന്നത്. അവൻ നല്ല ഉറക്കത്തിലാണ്. സോ അവൾ അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുമില്ല. ഇവിടെ ഏറെയും ദോങ്മാനും ആണെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ടേണിംഗ് പോയിന്റ് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടി ഏറെ അവളുടെ സ്വന്തം ഇഷ്ടത്തിനാണ് ദോങ്മാന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നതും ഇപ്പൊ അവനെ കിസ് ചെയ്യുന്നതും. എന്നാൽ അവളുടെ ടെൻഷനും വാറ്റി എന്നുള്ള ഗുളുഗുളു സൗണ്ടോടെ കേൾക്കുന്നതും അവൾ റെഡി അല്ല എന്നുള്ള കാര്യം ദോങ്മാന് മനസ്സിലാവുന്നു. സോ അവൻ, നമുക്കിനി ഒരുപാട് ടൈമുണ്ട്, പെട്ടെന്ന് തന്നെ ഒരു ടേണിംഗ് പോയിന്റ് വേണമെന്ന്
എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് നീ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കിടന്നുറങ്ങാം എന്നും പറഞ്ഞ് ഏറെയും കൂട്ടി അവൻ ഉറങ്ങുന്നു. അവര് നല്ല ഹാപ്പിയാണ്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഹാപ്പി മൂഡ് എല്ലാം ഇല്ലാതാകുവാണ്. ജൂമാൻ ഇന്നലെ നൈറ്റ് വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് തുടങ്ങി എല്ലാ കാര്യവും സോളി ഏറെയോട് പറയുന്നു. ഏറെയാണെ അത് കേട്ടത് പാതി കേൾക്കാത്തത് പാതി ജൂമാനെ തല്ലാൻ പോകാൻ റെഡിയായി നിൽക്കുവാണ്. അവളുടെ ക്യാരക്ടർ നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ദോങ്മാൻ, നീ ഒന്ന് കൂളാവ്, കാര്യം എന്താന്ന് അവനോടൊന്ന് ചോദിച്ചതിന് ശേഷം തീരുമാനം എടുത്താ പോരെ, നീ ആദ്യമേ അവനെ തല്ലിക്കൊല്ലാൻ പോകുവാണോ, ഒന്ന് വെയിറ്റ് ചെയ്യേ എന്ന് പറയുന്നു. ഈ സമയത്ത് ദോങ്മാനെ അവന്റെ കോച്ച് വിളിക്കുന്നതും അവൻ അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നു. അത് കാരണം ഏറെയും സോളിയുമാണ് ഇന്റേൺ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത്. ഇവിടെ ജൂമാനാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഇപ്പോഴാണ് ഉറങ്ങി എഴുന്നേൽക്കുന്നത്. അവന്റെ ഫോണിൽ ഇഷ്ടം പോലെ മിസ്ഡ് കോൾസിന്റെ നോട്ടിഫിക്കേഷനും വന്ന് കിടക്കുന്നുണ്ട്. പുറത്തെ ഏറെ സോളിയോട് നമുക്ക് അകത്തേക്ക് കയറി നോക്കിയാലോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അങ്ങോട്ട് പോയി നോക്കാൻ സോളിയുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. ജൂമാനെങ്ങാൻ അവിടെ ഉണ്ടെങ്കിലോ എന്നാണ് അവൾ ഏറെയോട് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ എന്ത് ചെയ്യാനാ, അവനെ ബ്രേക്കപ്പ് ചെയ്യണം, എന്നിട്ട് നിന്റെ ഡ്രീം എന്താന്ന് വെച്ചാൽ അത് ഫോക്കസ് ചെയ്യണം എന്ന് ഏറെ പറഞ്ഞു കൊടുക്കുന്നു. സോളി, അപ്പൊ ഇത്രയും കാലം എനിക്ക് ഡ്രീം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ നീ വിചാരിച്ചു വെച്ചേക്കുന്നത്? നിങ്ങളെ പോലെ എനിക്കും സ്വപ്നമുണ്ട്, ഒരു അമ്മയാവലാണ് എന്റെ സ്വപ്നം എന്ന് പറഞ്ഞ് ആ സ്വപ്നം അത്രയ്ക്ക് മോശമാണോ? ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുക എന്ന് പറയുന്നത് സ്വപ്നങ്ങളുടെ കൂട്ടത്തിൽ പെടില്ലേ? നീ ഇപ്പൊ പറഞ്ഞില്ലേ ജൂമാനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ, അവൻ എന്നെ സംബന്ധിച്ച് ഏതോ ഒരുത്തനല്ല, എന്റെ ലോകം തന്നെയാണ് എന്നെല്ലാം പറയുന്നു. ഒത്തിരി വിഷമത്തോടെ ഇതെല്ലാം പറയുന്ന സോളിയെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് ഏറെക്കും മനസ്സിലാവുന്നില്ല. അവിടെ വെയിറ്റ് ചെയ്തിരുന്ന ചുമ്മാ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് കരുതി ഇപ്പൊ അവർ രണ്ടുപേരും തിരിച്ചു പോവാൻ നിൽക്കുവാണ്. എന്നാൽ ഈ സമയത്ത് തന്നെ ജൂമാൻ അങ്ങോട്ടേക്ക് വരുന്നു. അവൻ ഇവരെ കണ്ട് ഷോക്ക് ആവുന്നു. ഏറാ, നീ അപ്പൊ രാത്രി സത്യത്തിൽ ഇവിടെ തന്നെ ആയിരുന്നോ എന്ന് അവനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. സോളി ആകെ വല്ലാതായിരിക്കുവാണ്. ജൂമാൻ, നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതായിരുന്നു എന്ന് അവളോട് പറയുന്നു. എന്നാൽ ഈ സമയത്താണ് അവന്റെ സോക്സും പിടിച്ചുകൊണ്ട് ഇന്റേൺ അങ്ങോട്ടേക്ക് വരുന്നത്. അല്ലേലേ ജൂമാന്റെ കയ്യിൽ നിന്ന് എല്ലാം പോയിരിക്കുമായിരുന്നു. ഇതോടെ ആവുന്നതും തീരുമാനമാവുന്നു. അവന്റെ കാലിൽ മുറിവായതുകൊണ്ടാണ് ഈ സോക്സ് അഴിച്ചു വെച്ചത് എന്ന കാര്യം സോളിക്ക് അറിയില്ലല്ലോ. ഒന്നും സംഭവിച്ചിട്ടില്ല, അറിയാതെ ഉറങ്ങിപ്പോയതാണ് എന്നാണ് ജൂമാൻ പറയുന്നത്. എന്നാൽ അവന്റെ ഒരു കാലിൽ മാത്രമേ സോക്സ് ഉള്ളൂ. സ്വാഭാവികമായും സോളി തെറ്റിദ്ധരിക്കുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ. ഇന്റേൺ വന്നതുതൊട്ട് ജൂമാന്റെ ബിഹേവിയറിൽ ഉണ്ടായ ചേഞ്ച് നേരത്തെ തൊട്ടേ സോളി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കള്ളം പറയാൻ തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാൻ തുടങ്ങി. ഇപ്പൊ ഇതൂടെ ആവുന്നതും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സോളിക്ക് തോന്നുന്നില്ല. സോ ഒത്തിരി വിഷമത്തോടെയാണെങ്കിലും അവള് ജൂമാനെ ബ്രേക്കപ്പ് ചെയ്യുന്നു. ജൂമാൻ ഇതുപോലെ ഒരു കാര്യം ചെയ്യുമെന്ന് ഏറെയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ തെറ്റിദ്ധാരണ എങ്ങനെ മാറ്റുമെന്ന് ജൂമാനും ഒരു ഐഡിയയും ഇല്ല. ഇവിടെ തക്സുവാണെ പെട്ടെന്ന് തന്നെ ദോങ്മാനെ തോൽപ്പിക്കണം എന്ന് ചിന്തിച്ച്, ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ച സമയത്ത് ഞങ്ങൾക്കിടയിൽ നടന്ന പ്രശ്നം നിങ്ങൾക്കും അറിയാലോ. ഇത്തവണ അവനുമായിട്ടൊരു ഫെയർ ആയ മാച്ച് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് തന്നെ ആയിരിക്കും നല്ലത് എന്ന രീതിയിൽ അവൻ പ്രസ് മീറ്റിൽ സംസാരിക്കുന്നു. ഈ ന്യൂസ് കാണുന്ന കോച്ച് ദോങ്മാനോട് ഈ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താ എന്ന് ചോദിക്കുന്നു. ദോങ്മാൻ, ഇത്തവണ ഞാൻ അവന്റെ ട്രിക്കിൽ വീഴാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാ തവണയും അവൻ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പ്രശ്നമായിട്ടാണ് വരാറുള്ളത്. അവനുമായിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യണം, പക്ഷെ അത് കുറച്ച് ലേറ്റ് ആയി എന്ന് കരുതി എനിക്ക് ഒരു വിഷയവും ഇല്ല. അവനെ എനിക്ക് എന്തായാലും തോൽപ്പിക്കണം, അതിന് ഞാൻ നന്നായിട്ട് ട്രെയിൻ ചെയ്യണം. അവനുമായുള്ള ഫൈറ്റ് അത് കഴിഞ്ഞ് നോക്കാം എന്ന് മെച്ചുവേർഡായി പറയുന്നു. ഇത്ര പക്വതയോടെ ദോങ്മാൻ സംസാരിക്കുന്നത് കോച്ചു ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കോച്ച് അവനെ അത്ഭുതത്തോടെ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ദോങ്മാന്റെ അച്ഛൻ ഒരു 2 ദിവസം താമസിക്കാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് വരുവാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ദോങ്മാനും അച്ഛനും എപ്പോഴും വഴക്കാണല്ലോ. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അച്ഛൻ അവന്റെ വീട്ടിലേക്ക് കയറുന്നതും ഇതെന്താ ഇവിടെ ക്ലീൻ അല്ലാത്ത, ഇതെന്താ ഈ ചെയർ ഇങ്ങനെ ഇരിക്കുന്നേ എന്നൊക്കെ ചോദിച്ച് ഓരോ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ദോങ്മാനും വിട്ടുകൊടുക്കുന്നില്ല. അച്ഛൻ പറയുന്ന എല്ലാ കാര്യത്തിനും എതിർത്ത് ആർഗ്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ജൂമാൻ ഈ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്നൊക്കെ ജൂമാൻ പലതവണ സോളിയോട് പറയുന്നുണ്ട്. എന്നാൽ സോളി അതൊന്നും കേൾക്കുന്നില്ല. അതിനർത്ഥം ജൂമാനോട് സോളിക്ക് ദേഷ്യമായി, വെറുപ്പായി, വൈരാഗ്യമായി എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ജൂമാനെ അതുപോലെ വെറുക്കാൻ ഒരിക്കലും സോളിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ജൂമാൻ കരയുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ സോളിയും വീട്ടിലേക്ക് വന്ന് തനിയെ ഇരുന്ന് കരയുവാണ് ചെയ്യുന്നത്. ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ച് ഇപ്പോഴാണ് കല്യാണം വരെ കാര്യങ്ങൾ എത്തിയത്. ഈ ഒരു സിറ്റുവേഷനിൽ നീ എന്തിനാടെ ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിച്ച് ദോങ്മാനും ജൂമാനെ വഴക്ക് പറയുന്നുണ്ട്. എല്ലാവരും അവനെ വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ അവന്റെ ഭാഗം കേൾക്കാനായിട്ട് ആരും അവിടെ ഇല്ല. ഇപ്പൊ ഒത്തിരി ലേറ്റ് ആയിട്ടും ദോങ്മാന്റെ അച്ഛൻ വീട്ടിലേക്ക് വന്നിട്ടില്ല. അമ്മയും അവനെ കോൾ ചെയ്ത് അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് ടെൻഷനായി പറയുന്നുണ്ട്. അങ്ങനെ അവൻ അന്വേഷിച്ച ഒരു ബാറിലേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. വിചാരിച്ചതുപോലെ തന്നെ അവന്റെ അച്ഛൻ അവിടെയുണ്ട്. അച്ഛന്റെ ബോസിന്റെ കൂടെയാണ് അച്ഛൻ ഇരിക്കുന്നത്. ഈ സമയം മുതലാണ് ദോങ്മാന്റെ അച്ഛനെ ദോങ്മാന് മനസ്സിലാവാൻ തുടങ്ങുന്നത്. കാരണം ബോസ് ദോങ്മാന്റെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. സംസാരിക്കുവല്ല, വഴക്ക് പറയുവാണ് ചെയ്യുന്നത്. തനിക്ക് കീഴിലുള്ള ആളായത് കാരണം ഒത്തിരി മോശമായിട്ടാണ് അച്ഛനെ ബോസ് ട്രീറ്റ് ചെയ്യുന്നത്. അച്ഛൻ എതിർത്തൊന്നും പറയുന്നില്ല, എല്ലാം മിണ്ടാതെ കേട്ടോണ്ടിരിക്കുവാണ് ചെയ്യുന്നത്.
ഇത് കാണുന്ന സമയത്ത് ദോങ്മാൻ ആലോചിക്കുന്നത് എങ്ങനെയായിരുന്നു അവൻ വർക്ക് ചെയ്ത സമയത്ത് അവന്റെ സീനിയർ അവനോട് ബിഹേവ് ചെയ്തത് എന്നാണ്. അന്ന് താൻ അനുഭവിച്ചതാണ് ഇത്രയും വർഷങ്ങളായിട്ട് തന്റെ അച്ഛൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവൻ നേരിട്ട് കാണുന്നു. ഇതെല്ലാം സഹിച്ചുകൊണ്ടാണല്ലോ അച്ഛൻ എന്നെ വളർത്തിയത് എന്നാലോചിക്കുന്ന ദോങ്മാന് ഇത്രയും കാലം അച്ഛനോട് പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യവും ഓർത്ത് കുറ്റബോധം തോന്നുന്നു. പിന്നീട് അവൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അച്ഛന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ അച്ഛനെ നേരെ റൂഫ് ടോപ്പിലേക്ക് കൊണ്ടുവന്ന് രണ്ടുപേരും ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ. ദോങ്മാൻ ചെറുപ്പത്തിലെ അച്ഛൻ എന്താവാനായിരുന്നു ആഗ്രഹം എന്ന് ചോദിക്കുന്നു. ദോങ്മാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് അച്ഛനോട് ഇതുപോലെ സംസാരിക്കുന്നത്. അതുകൊണ്ട് അച്ഛനും അച്ഛന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നു. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. പക്ഷെ അതിന് പഠിപ്പിക്കാൻ വേണ്ടി വീട്ടുകാർക്ക് പണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഇപ്പോ എന്റെ ആഗ്രഹവും സ്വപ്നവും എല്ലാം നിങ്ങൾ രണ്ടുപേരുമാണ്. നിങ്ങൾ രണ്ടുപേരും ലൈഫിൽ സെറ്റിൽ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. ദോങ്മാൻ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ പൈലറ്റ് ആക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് എന്തെങ്കിലും ഒരു ദിവസം അച്ഛനെ ഫ്ലൈറ്റിൽ ഞാൻ കയറ്റിയിരിക്കും. ഇത് ഞാൻ അച്ഛന് തരുന്ന വാക്കാ എന്ന് പറയുന്നു. ഇത് കേട്ട് ഇവനിതെന്താ പറ്റിയേ എന്നാണ് അച്ഛൻ ചിന്തിക്കുന്നത്. ഈ സമയത്ത് ഏറെയും അങ്ങോട്ട് വരുന്നു. ഏറെയെ കാണുന്നതും അച്ഛൻ ഒരുപാട് ഹാപ്പി ആവുന്നു. അച്ഛൻ ഏറെയെ ചെറുപ്പം മുതലേ അറിയുന്നതാണല്ലോ. അവൾ അങ്ങോട്ടേക്ക് വരുന്നതും ഇമോഷണൽ മൂഡൊക്കെ മാറി ഹാപ്പി മൂഡിലേക്ക് എത്തുവാണ് അച്ഛൻ. അങ്ങനെ അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ ദോങ്മാൻ അച്ഛനെ ജിമ്മിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുവാണ്. കോച്ചിനെ കാണുന്നതും ഷോക്കായിക്കൊണ്ട് അച്ഛൻ ഇത് നിന്റെ ആദ്യത്തെ കോച്ച് അല്ലായിരുന്നോ എന്ന് ദോങ്മാനോട് ചോദിക്കുന്നുണ്ട്. പിന്നീട് അകത്തേക്ക് കയറി നോക്കുമ്പോഴാണ് അവിടെ മുഴുവൻ ദോങ്മാന്റെ ഫോട്ടോയാണ് എന്ന കാര്യം അച്ഛൻ കാണുന്നത്. അതിനുശേഷമാണ് ദോങ്മാൻ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം അച്ഛൻ മനസ്സിലാക്കുന്നത്. ഒന്നും പറയാതെ പെട്ടെന്ന് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഇനിയെങ്ങാൻ ദോങ്മാൻ ഫൈറ്റ് ചെയ്യുന്നത് അച്ഛന് ഇഷ്ടമല്ലേ എന്ന് നമുക്ക് തോന്നും. എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അച്ഛൻ ഞാനൊക്കെ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം തിരിച്ചു വരും, പിറ്റേ ദിവസവും ജോലിക്ക് പോകും. ഇതുപോലെയാണ് എൻ്റെ ലൈഫ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഫാമിലിക്ക് വേണ്ടി ഓടി ഓടി എനിക്ക് വേണ്ടി ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദയവ് ചെയ്ത് ഒരിക്കലും നീ അതുപോലെ ആവരുത്. 10 വർഷം മുന്നേ നീ ആ മാച്ചിൽ തോറ്റു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അത് കണ്ടപ്പോൾ എനിക്ക് എന്നെയാണ് ഓർമ്മ വന്നത്. ഞാൻ ഫാമിലിക്ക് വേണ്ടി ജീവിച്ചതുപോലെ നീയും ഫാമിലിക്ക് വേണ്ടിയായിരുന്നു ആ കാര്യം ചെയ്തേ. ഫാമിലിക്ക് വേണ്ടിയായിരുന്നു നിന്റെ സ്വപ്നം നീ വേണ്ടാന്ന് വെച്ചേ. എന്നെപ്പോലെ നീയും നിന്റെ ജീവിതം അർത്ഥമില്ലാത്തതാകുമോ എന്ന് ആലോചിച്ച് ഒരുപാട് ഞാൻ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ നീ ഫൈറ്റിംഗിലേക്ക് തിരിച്ചു വന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇനിയും ഒരു 20 വർഷം കൂടെ എന്നെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റും. നമ്മുടെ ഫാമിലി നോക്കാനും എന്നെ കൊണ്ട് പറ്റും. അതോർത്ത് നീ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യവും ഇല്ല. നീ നിനക്ക് വേണ്ടി ജീവിക്കേ. നിനക്ക് എന്താണോ ചെയ്യേണ്ടത് അത് നീ ചെയ്യേ. ഒരിക്കലും എന്നെ പോലെ ജീവിക്കരുത് എന്ന് ഇമോഷണലായി പറയുന്നു. അവനെ ഒരു ചാമ്പ്യനായി കാണലായിരുന്നു അച്ഛന്റെ ആഗ്രഹം. എന്നാൽ അത് മനസ്സിലാക്കാതെ 10 വർഷമാണ് ദോങ്മാൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞത്. എന്നാൽ അതിന് ഇനി അവൻ ഒരുക്കമല്ല. നേരെ കോച്ചിന്റെ അടുത്ത് ചെന്ന് എന്ത് നടന്നാലും കുഴപ്പമില്ല, എനിക്ക് തക്സുവിനെ തോൽപ്പിച്ചേ പറ്റൂ, എനിക്ക് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം, അതും എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറയുന്നു. അവന്റെ കോൺഫിഡൻസ് കാണുന്നതും കോച്ചും കൂടുതലൊന്നും ചോദിക്കുന്നില്ല, അതിന് ഓക്കെ പറയുന്നു. അങ്ങനെ അവസാനം ദോങ്മാൻ ആഗ്രഹിച്ച ദിവസം വരാൻ പോകുവാണ്, തക്സുവുമായിട്ടുള്ള ഫൈറ്റ്. ഇത് നേരെ അവൻ ഏറെയോട് പറയുന്നു. എപ്പോഴത്തെയും പോലെ ഏറെക്ക് പേടിയാണ്. തക്സുവിന്റെ പേരുകൂടെ കേൾക്കുന്നതും വേണ്ടാന്നാണ് അവള് പറയുന്നത്. തക്സു കാരണമാണ് ദോങ്മാൻ 10 വർഷം മുന്നേ മാർഷൽ ആർട്സിനോട് ബൈ പറഞ്ഞത്. പിന്നീട് ദോങ്മാൻ ഫീൽഡിലേക്ക് തിരിച്ചു വന്ന സമയത്ത് അതേ തക്സു കാരണമാണ് ഒരു ഫോറിൻ പ്ലെയറുമായിട്ട് ഫൈറ്റ് ചെയ്ത് അടി കിട്ടി ബോധം കെട്ടി വീണത്, അതും ഏറെയുടെ മുന്നിൽ. അതുകൊണ്ട് തന്നെ തക്സു എന്ന് കേൾക്കുമ്പോൾ ഏറെക്ക് ഉണ്ടാവുന്ന ടെൻഷൻ ദോങ്മാന് നന്നായിട്ട് അറിയാം. ദോങ്മാൻ സത്യമായിട്ടും എനിക്ക് ഇത്തവണ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അവന്റെ കൂടെ തോൽക്കുകയോ ജയിക്കുകയോ എന്നൊന്നും അല്ല ഞാൻ ചിന്തിക്കുന്നത്. അവന്റെ കൂടെ ഫെയർ ആയിട്ട് ഒരു മാച്ച് വേണം, ഫെയർ ആയിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് തക്സുവിനെ ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഏറെയോട് പറയുന്നു. ഇതോടുകൂടെ എപ്പിസോഡ് 11ഉം 12ഉം തീരുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.